തഹാവൂർ റാണ എന്ന കൊടും ഭീകരൻ അയാളെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ ഇയാളെ ഇന്നലെയും 6 മണിക്കൂറിലധികം ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും നിർണായക വിവരങ്ങളൊക്കെ ലഭിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കൊടും ഭീകരരെയൊക്കെ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ ഒരുപാട് കാലതാമസമെടുക്കും. രാജ്യസുരക്ഷയായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ തഹാവൂർ റാണ കേരളത്തിലെത്തിയിരുന്നു. അയാൾ കേരളത്തിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് എന്ന് മൊഴി നൽകിയതായി സൂചനകൾ പുറത്തു വരികയാണ്. കൊച്ചിയിലടക്കം ആര് സഹായം നൽകി എന്നത് അന്വേഷിക്കുകയാണ് NIA-യുടെയും IB-യുടെയും കേരള ഘടകം. വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. സഹിൻ ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ഉള്ളത്. സഹിൻ, ഈ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ ആരെ കാണാൻ വന്നു, എങ്ങനെ വന്നു, എത്ര നാൾ ഇവിടെ ചിലവഴിച്ചു തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞതായാണ് സൂചനകൾ പുറത്തു വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള NIA കേരള ഘടകത്തിന്റെ അന്വേഷണം, വിലയിരുത്തൽ എങ്ങനെയൊക്കെയാണ് സഹിൻ? സ്വാതി, മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു തഹാവൂർ റാണയെ രാജ്യത്തെത്തിച്ചപ്പോൾ. എന്തിനായിരുന്നു ഇയാൾ കൊച്ചിയിൽ വന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതറിയാൻ പ്രത്യേകിച്ച് മലയാളികൾ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു ഉത്തരം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം NIA ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണ നൽകിയിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: കേരളത്തിലേക്ക് എത്തിയത് കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് താൻ കൊച്ചിയിലെത്തിയത് എന്നുള്ളൊരു മറുപടിയാണ് ഇയാൾ NIA ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലേക്ക് ഇയാളെ എത്തിച്ച ആളെ തേടിയുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ NIA ഉദ്യോഗസ്ഥർ. ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആൾ വിദേശത്തേക്ക് കടന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി NIA ഉദ്യോഗസ്ഥരുടെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, 13 ഫോൺ കോളുകൾ ഇയാൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആരെയൊക്കെയാണ്, അവരാരെല്ലാമാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് NIA ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തഹാവൂർ റാണയ്ക്ക് കേരളവുമായി എന്തായിരുന്നു ബന്ധം, എന്തിനാണ് ഇയാൾ കേരളത്തിലെത്തിയത് എന്ന് അറിയുന്നതിന് വേണ്ടി വിശദമായ ഒരു അന്വേഷണം NIA ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ NIA-യുടെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിശദമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ വന്ന് താമസിച്ച ഫോർട്ട് കൊച്ചി അടക്കമുള്ള ഇടങ്ങളിൽ കാര്യമായ തന്നെ പരിശോധനകൾ വീണ്ടും 17 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 2008 നവംബർ 16-ാം തീയതിയായിരുന്നു തഹാവൂർ റാണ കേരളത്തിലെത്തുന്നത്, കൊച്ചിയിൽ താമസിക്കുന്നത്. കൊച്ചിയിലെത്തിയപ്പോൾ ഇയാൾ വിവിധ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നു, വിവിധ ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതെല്ലാം തീവ്രവാദത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനും യുവാക്കളെ കൊണ്ടുപോകുന്നതിനും വേണ്ടിയായിരുന്നു. ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇയാൾ കേരളത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് സംബന്ധിച്ച വിശദമായി പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് തേടിയുള്ള ഒരു യാത്രയിലാണ് ഉദ്യോഗസ്ഥരും. വിശദമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. സേതു. ഓക്കെ സഹിൻ.